നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ജാമിയ നൂരിയ അറബിയ 63-ാം വാർഷികവും 21-ാം സനദ്ദാന ചടങ്ങും മഞ്ചേരി പട്ടിക്കാട് സംഘടിപ്പിച്ചു. അബൂ സാവേദ് ഫലസ്തീൻ ഉദ്ഘാടനം ചെയ്തു. ജാമിയ നൂരിയ അറബിയ 63-ാം വാർഷികവും 61-ാം സനദ്ദാന സംഗമവും PMSA പൂക്കോയ തങ്ങൾ നഗരായ ഫൈസാബാദ് പട്ടിക്കാട് സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന മഹല്ല് നേതൃസംഗമം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ സലാം ഫൈസി ഒളവട്ടൂർ, ഹസൻ സഖാഫി പൂക്കോട്ടൂർ, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി എന്നിവർ പ്രഭാഷണം നടത്തി. CH ഇബ്രാഹിംകുട്ടി, ഹൈദർ ഫൈസി പനങ്ങാര, ഡോക്ടർ NM അബ്ദുൽ ഖാദർ, സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ, PC ഇബ്രാഹിം ഹാജി വയനാട്, ഇബ്രാഹിം ഹാജി തിരൂർ എന്നിവർ സംസാരിച്ചു. CH ത്വയ്യിബ് ഫൈസി സ്വാഗതവും നാഫിഅ എലങ്കുളം നന്ദിയും പറഞ്ഞു. വൈകിട്ട് നടന്ന സനദ്ദാന സമ്മേളനത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി ഷൈഖുൽ ജാമിയ K ആലിക്കുട്ടി മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ തുടക്കമായി. തെലങ്കാന ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി മുഹമ്മദ് അസ്ഹറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജാമിയ നൂരിയ എന്ന് പറയുന്നത് അതൊരു വലിയ പാരമ്പര്യത്തിൻ്റെ പേരാണ്. വിശ്വാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ധാർമ്മികമായിട്ടുള്ള അതിൻ്റെ നേതൃത്വത്തിൻ്റെയും ഒരു മുദ്രയായിട്ടാണ് ഈ മഹാസ്ഥാപനം അറിയപ്പെടുന്നത്. Jamia Nuriya shines with renewed confidence and vision under the inspiring leadership of Panakat Sayyid Sahil and Sangal, president of this noble institution. He represents the finest tradition of our spiritual leadership, grounded in wisdom, moderation and unshakable commitment to peace and harmony. He is not only a guide for the ആശംസിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പ്രൗഢമായ സദസ്സിൽ നിന്ന് അഭിമുഖീകരിക്കുകയാണ്. But I'm so happy also. I want to tell you one thing that we play sport also, because sports makes you become very strong and then you can really enjoy playing. I know you will not have much time to play sport, but sport brings people together, because if you hold a cricket match, if you hold any sport, the sporting event, people flock to the ground, people flock to the court. ജാമിയ നൂരിയ സെക്രട്ടറി പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സ്വാഗതം പറഞ്ഞു. ജാമിയ നൂരിയ അറബിയ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ആ കാലത്ത് യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, അനുബന്ധമായിട്ടുള്ള മറ്റ് പല വൈരുദ്ധ്യങ്ങളും, അതുകൊണ്ടൊക്കെ തന്നെ പാതി വഴിയിൽ പഠനം നിർത്തി തിരിച്ചു വരുന്നൊരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. അത് കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന മേഖലയ്ക്ക് ഒരു തിരിച്ചടിയാവും എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് മഹാനായ ബാഫുതങ്ങളെ പോലെയുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള നേതാക്കൾ അവരഭിപ്രായപ്പെട്ടു, നമുക്ക് കേരളത്തിൽ തന്നെ മതപഠന ബിരുദം നൽകപ്പെടുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ തന്നെ നമുക്ക് കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സനദ്ദാന പ്രസംഗം നടത്തി. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ വാക്കുകളിലും ഒക്കെ സത്യത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ആ സത്യത്തിനെ അടിസ്ഥാനമായിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ യുസ്രിയിലും മഹമാനക്കും അമലുകൾ ശരിയായി പോകണമെങ്കിൽ ഇങ്ങനെ വേണം. അഭിനന്ദനായ PK കുഞ്ഞാലിക്കുട്ടി നമ്മുടെ പൂർവികർ സ്ഥാപിച്ചതാണ്. യാതൊരു വ്യത്യാസവും കൂടാതെ വളരെ അച്ചടക്കത്തോടുകൂടി ഇന്നും അതേ നിലയിൽ ഈ ആധുനിക കാലഘട്ടത്തിലും ആ ധർമ്മം പരിപാലിച്ച് ഷൈഗുന കൊയ്യോട് ഉമർ മുസ്ലിയാർ, ഷൈഗുന MT അബ്ദുല്ല മുസ്ലിയാർ, ഷൈഗുന കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ, മൗലാന മൂസക്കുട്ടി ഹസ്രത്ത്, ഡോക്ടർ അബ്ദുസമദ് സമദാനി MP, അബ്ദുസമദ് പൂക്കോട്ടൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.